ബിഗ് ബോസ് സീസൺ ഹൗസിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ലൈവിൽ വീണ്ടും ഇപ്പോൾ കിച്ചണിലൊരടി തുടങ്ങിയിരിക്കുകയാണ്. കിച്ചണിലടി എന്ന് പറഞ്ഞാൽ ഒനിയലും ജിസയിലും പിന്നെ ജിഷിനും ഒക്കെ കൂടെ. ഇവർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ അടിയിടുക അത് മാത്രമേ അറിയത്തുള്ളൂ. എന്ത് വൃത്തികെട്ട ഒരു സീസണായിപ്പോൾ. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ആ റെന ഫാത്തിമയും ആദില നൂറയൊക്കെ കൂട്ടിരുന്ന് പറയുന്നത് സെക്ഷൽ കണ്ടൻറ്റുകളാണ്. 18 വയസ്സിന് താഴെയുള്ള ഒരുപാട് കുട്ടികളും ഇപ്പോൾ ഈ ലൈവ് ഷോ കാണുന്നതാണ്. ഇവരൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിനകത്ത് ബിഗ് ബോസിനെ നമ്മൾ കുറ്റം പറയാണ്ട് വയ്യ. കാരണം ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്നേ ബിഗ് ബോസ് ഇതൊന്നും പുറത്തോട്ട് വിടാതിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു വാണിംഗ് എങ്കിലും കൊടുക്കണം, ഇത് പറ്റത്തില്ല എന്നുള്ളത്. ഇതൊന്നുമില്ലാണ്ട് ഈ കണ്ടൻറ്റുകളെല്ലാം പുറത്തോട്ട് പോകണം. എന്നാൽ ചിലതൊക്കെ ഹൈഡ് ചെയ്യുന്നുമുണ്ട്. ഹൈഡ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇതിനെക്കാട്ടി എത്രയോ മോശമായിരിക്കും നമുക്ക് ചിന്തിക്കാം. കാരണം നല്ലതാണെങ്കിൽ ഹൈഡ് ചെയ്യത്തില്ല. ഇത്രയും മോശമായത് പുറത്തോട്ട് വിടാമെങ്കിൽ അതിനേക്കാട്ടിലും മോശമായതായിരിക്കുമല്ലേ ഹൈഡ് ചെയ്യുന്നത്. ആര്യൻ്റെ ജിസലിൻ്റെ വിഷയത്തിൽ നമുക്കതറിയാം. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഷാനവാസ് എന്ന് പറയുന്ന ഒരാളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഉള്ള ഒരു രീതിയാണ് ഇവർ കാണിക്കുന്നത്. ഷാനവാസ് നെവിൻ്റെ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നെവിനെക്കുറിച്ച് പറഞ്ഞത് സത്യമോ അല്ലയോ എന്നുള്ള അവരവരുടെ ബോഡിയിൽ ഫീൽ ചെയ്യുന്ന എന്താണോ അതാണ് അവർ പറയുന്നത്. ഇത് ഇത്രയും പ്രശ്നമാക്കിയത് ആദിലയാണ്. ആദിലയുടെ കുത്തിത്തിരിപ്പ് കാരണം റിയാസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദിലയ്ക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടണമെന്നറിയത്തില്ല. ഇന്നലെ അവിടെ റിയാസുമായിട്ട് ചേർന്ന് ഷാനവാസിനെതിരെ കാണിക്കുന്നതൊക്കെ കണ്ട്. അതുവരെ ഷാനവാസുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നവരാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റവും പെട്ടെന്ന് ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തതെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ ഫലം ശരിക്കും ആദിലയ്ക്ക് പുറത്തുനിന്ന് കിട്ടിക്കൊള്ളും. കാരണം ഇന്നലെ വരെ ആദിലെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു 90% ആൾക്കാരും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആദിലയ്ക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ഷാനവാസിനോട് ആൾക്കാർക്കൊക്കെ ഒരു ഇഷ്ടമുണ്ട്. കാരണം ഷാനവാസ് എന്ന് പറഞ്ഞാൽ അത്ര മോശം ഒരു പേഴ്സൺ അല്ല. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ലക്ഷ്മിക്ക് വന്ന നെഗറ്റീവ് മറികടക്കാൻ ലക്ഷ്മി ഇപ്പോൾ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. ആവശ്യമുള്ളതിന് ഇപ്പം ലക്ഷ്മിക്കെതിരെ എന്നല്ല, ഹൗസിൽ ആർക്കെതിരെ കൂടുതൽ തിരിഞ്ഞു നിൽക്കുന്നു അവർക്ക് അനുകൂലമായിട്ട് അവരോടൊപ്പമാണ്. അതായത് ഈ ആരാണോ ഒരു ഗ്യാങ് ഉള്ളത്, എന്നിട്ട് ആരെയാണോ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗ്യാങ്ങിൻ്റെ ഒപ്പമാണ് ലക്ഷ്മി. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ചെന്നായെന്ന് നമ്മൾ ആട്ടിൻ തോലിട്ട ചെന്നായെന്ന് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്. അതിന് അഭിലാഷ് എന്ത് ചെയ്ത് അതിന് കയറിയേറ്റിട്ട് അഭിലാഷ് ഷാനവാസിനെ പട്ടീന്ന് വിളിച്ചു. പട്ടീന്ന് വിളിക്കുക മാത്രമല്ല, ഷാനവാസിനെ തുപ്പുകയും ചെയ്തു. അപ്പോൾ ഷാനവാസ് ചോദിക്കും, നീ എന്തിനാണ് എന്നെ തുപ്പിയെന്ന് പറഞ്ഞപ്പം അവിടെ നിന്ന് ലക്ഷ്മി ഓടി വന്നേച്ച് പറയുക, ഷാനവാസ് അഭിലാഷ് അങ്ങനെ തുപ്പേണ്ട ആവശ്യമില്ല, അഭിലാഷ് അത്രയും തരം താഴ്ന്നതല്ല, നിങ്ങളെ തുപ്പാനും മാത്രം തരം താഴ്ന്നതല്ലെന്ന്. അപ്പം ഷാനവാസ് അത്ര തരം താഴ്ന്നതാണെന്നാണോ ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്? ലക്ഷ്മിക്ക് അത് പറയാനുള്ള യോഗ്യത എന്താ? ലക്ഷ്മി ആദ്യത്തെ വീക്ക് മുതൽ നമ്മൾ കാണുന്നുണ്ടല്ലോ വന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. ഒരാളെ തുപ്പാൻ പോലും ഉള്ള യോഗ്യത ആ തുപ്പ് ഏറ്റ ആൾക്കില്ല എന്ന് പറയുമ്പം അത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഷാനവാസ് ഇതിനകത്ത് ഒരു മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്ത് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ അക്ബറാണെങ്കിലും ആരുടെ ഭാഗത്ത് ന്യായം എന്നുള്ളത് ചിന്തിക്കാതെയാണ് അക്ബർ സൈഡ് പറയുന്നത്. ആരുടെയെങ്കിലും കാര്യം കേട്ടിട്ട് ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി, പ്രത്യേകിച്ചും അക്ബറിനൊന്നും ആദ്യം മുതൽ ഷാനവാസിനെ അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്ന രീതി ആദ്യം മുതൽ ഫോളോ ചെയ്തു വരുന്നുണ്ട് അക്ബർ. ഒനിയൽ പിന്നെ അഭിലാഷ് പറയുന്നത്, അഭിലാഷ് ഇന്ന് കക്കൂസി പോകണ്ടെന്ന് പറഞ്ഞാൽ ഒനിയൽ അന്ന് കക്കൂസി പോകത്തില്ല. ഇന്ന് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒനിയൽ അന്ന് വെള്ളം കുടിക്കത്തില്ല. അതാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് തന്നെ ഒനിയലിൽ നിന്ന് ഈ പറയുന്ന കൂട്ട് നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നുള്ളത് ജിഷിൻ ഈ പ്രശ്നം ഒതുക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഷാനവാസിന് സംസാരിക്കാനുള്ള സ്പേസ് വിട്ടുകൊടുത്ത് നിൽക്കുന്നുണ്ട്. അത് അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിൻ്റെ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഷാനവാസിനെ ജിഷിനും പ്രൊവോക്കേറ്റ് ചെയ്തേനെ. പക്ഷേ ജിഷിൻ അത് ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജിസയിലാണ്. ജിസയിൽ കുറേയൊക്കെ ഷാനവാസിന് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. അനുകൂലമായിട്ടല്ല, ജിസയിൽ അതിൻ്റെ സത്യം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് കുറച്ച് നല്ല കാര്യമാണ്. പിന്നെ ആര്യൻ എന്തെങ്കിലും കണ്ണുരുട്ടിയാൽ ജിസയിൽ മിണ്ടാതെ അങ്ങ് പോകുന്നേ ഉള്ളൂ. കാരണം തുറന്നു പറയാൻ ജിസയിലിനൊരു സ്പേസ് കിട്ടുന്നില്ല. ആര്യൻ ഇങ്ങനെ ജിസയിലിനെ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് കാരണം. പിന്നെ ഈ വൈൽഡ് കാർഡ് വന്നേച്ച് സാബുമോനോട് പറഞ്ഞു സാബുമോനൊന്ന് ആക്റ്റീവ് ആകണമെന്ന്. സാബുമോൻ ആക്റ്റീവായി നുണയും കൊതിയും പറച്ചില്ല.
കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിലാണ് സാബുമോൻ ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്നത്. എന്ത് ഗെയിമാണ് ഇത്? കൊള്ളാവുന്ന ഒരു 2 ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കാണുന്ന 2 അല്ല 3 പേര് കാണുന്നത് നമ്മളുടെ അനീഷും ഷാനവാസും അനുമോളുമാണ്. ബിന്നിയും കുറച്ച് മാറിയിട്ടുണ്ട്. ബിന്നി ഇപ്പോൾ കുറേയൊക്കെ അത് സത്യമായിട്ടുള്ള കാര്യങ്ങളും കുത്തിത്തിരിപ്പുണ്ടെങ്കിൽ അതും പറയുന്നുണ്ട്. അപ്പോൾ ബിന്നിയിലും ഒരു ക്യാരക്ടർ കുറച്ച് മാറിയിട്ടുണ്ട്, നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം മരവാഴകളെന്ന് പറഞ്ഞാൽ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ തന്നെ, അതായത് സീസൺ 4 നമ്മളുടെ റോമിനെ ചെയ്ത അതേ പ്രൊവോക്കേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരാളെ ടാർഗറ്റ് ചെയ്യുക, അവരെ ഇട്ട് ഹരാസ് ചെയ്യുക. നെവിൻ്റെ കാര്യം പറയാമല്ലോ, നെവിൻ ആസ് യൂഷ്വലാണ്. നെവിൻ ഒരു പക്ഷേ അറിയായിരിക്കും നെവിൻ ചെയ്ത തെറ്റാണെന്ന്. നെവിൻ എന്താ അറിഞ്ഞുകൂടാ നമുക്കിനി. നെവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ലായിരിക്കും, ഷാനവാസിന് തോന്നിയതായിരിക്കും. പക്ഷേ ആകെപ്പാടെ മോശമായ 18+ കണ്ടൻറ്റ് കൊടുക്കുന്ന ഒരു ബിഗ് ബോസ് ഷോയാണിത്. ബിഗ് ബോസ് ഇനിയെങ്കിലും ഈ ബിഗ് ബോസ് ഷോയിലോട്ട് ആളെ ചൂസ് ചെയ്യുമ്പം നിങ്ങൾ ഫേമസ് ആയിട്ടുള്ളവരെയോ അല്ലെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും ചൂസ് ചെയ്യണ്ട. നല്ല സ്വഭാവ ഗുണമുള്ള ആൾക്കാർ പലയിടങ്ങളിൽ, ചെറുപ്പക്കാർ, പിള്ളേരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ ചൂസ് ചെയ്യുക. അവർ കൊടുക്കട്ടെ നല്ല മെസ്സേജ് പുറത്തോട്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഡോക്ടേഴ്സും കൗൺസിലിംഗ് കൊടുക്കുന്ന ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരെ കിട്ടുമെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ടുപോവാ. ഇതിനകത്ത് വരുന്ന ഈ മെൻ്റൽ ട്രോമ അനുഭവിക്കുന്ന കുറേ എണ്ണത്തിന് ഒരു കൗൺസിലിങ്ങും കൊടുക്കുക. അതൊക്കെയാണ് നല്ല കാര്യം. അല്ലാണ്ട് പുറത്തോട്ട് വിടുന്നത് എല്ലാം നെഗറ്റീവായിട്ടുള്ളൊരു ഷോ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ബിഗ് ബോസ് കണ്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിനെങ്കിലും ഇതൊന്ന് വിലക്കിക്കൂടെ? ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്നിച്ച് പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊന്നും അദ്ദേഹം പോകുന്ന പുറകിനാണ്. അദ്ദേഹം അങ്ങോട്ട് ആ ഒരു ഇൻ്റർവെൽ ടൈമിൽ അങ്ങോട്ട് മാറുമ്പോൾ തന്നെ ഇവിടെ അടിയാണ്. പിന്നെ ലാലേട്ടനെ അനുസരിക്കുന്നുണ്ടോ? ബിഗ് ബോസിനെ അനുസരിക്കുന്നുണ്ടോ? സത്യത്തിൽ ഈ ഷോ ക്വിറ്റ് ചെയ്യല്ലേ വേണ്ട ബിഗ് ബോസേ? ഇത്രയും റോങ് മെസ്സേജുകൾ പുറത്തോട്ട് കൊടുക്കുന്ന ഒരു ഷോ എന്ന് പറഞ്ഞാൽ അത് ക്വിറ്റ് ചെയ്യാണ് വേണ്ടത്. വളരെ മോശം. ഷോ നടത്തിപ്പുകാരല്ല അവർ. ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ഷോ ചെയ്യുന്നു, അതിനകത്തോട്ട് അവർ പെർഫെക്റ്റ് അല്ലാത്ത കുറേ ആൾക്കാരെ എടുത്തിട്ടു. അതിൻ്റേതായ നെഗറ്റീവ് ഈ ഷോയ്ക്കുടനീളമുണ്ട്. എന്തായാലും ഇനിയെങ്കിലും ബിഗ് ബോസ് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക.